നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിസാൻ സമ്മാൻ നിധി വളരെയധികം ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തുകയാണ്. 2000 രൂപ നാളിതുവരെയായും ഒരു ഗഡു തുക പോലും മുടങ്ങാതെ കേന്ദ്ര സർക്കാർ കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഭിക്കാനുള്ള 2000 രൂപ, അതിനുശേഷം തുകയുടെ വർധനവൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു തുകയുടെ വർധനവ്? അതുപോലെ തന്നെ 2 കാര്യങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു തുക ഇനി ലഭിക്കാൻ പോവുക എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്ക് വേണ്ടി, നാമമാത്ര കർഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ്. മോദി സർക്കാരാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോഴും മാനദണ്ഡപ്രകാരം ആളുകൾക്ക് അംഗത്വം സ്വീകരിക്കുവാനും അതിനുശേഷം 2000 രൂപ 4 മാസം കൂടുമ്പോൾ രീതിയിലേക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചടവില്ലാത്ത ഈ ഒരു തുകയായതുകൊണ്ട് തന്നെ കേരളത്തിൽ 18 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഓർക്കുക, നാളിതുവരെയായിട്ടും ഒരു ഗഡു തുക പോലും ക്ഷേമ പെൻഷൻ പോലെയോ മറ്റെന്തെങ്കിലും പെൻഷൻ സ്കീമുകൾ പോലെയോ ഈ തുക മുടങ്ങിയിട്ടില്ല. പറഞ്ഞിരിക്കുന്ന സമയത്തിനും അതിന് മുമ്പാകെയുമാണ് പല സമയത്തും ഈ ഒരു തുക വിതരണം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഒരു തുക 4 മാസ കാലയളവിൻ്റെ അവസാന സമയത്താണ് സാധാരണ ലഭിക്കുന്നത്. പക്ഷേ ഇത് 4 മാസ കാലയളവിൻ്റെ തുടക്കത്തിൽ തന്നെ പലതവണയും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അടുത്ത ഗഡു തുകയുടെ വിതരണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, KYC ചെയ്യണം. അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്, അതുപോലെ തന്നെ മറ്റുള്ള നടപടിക്രമങ്ങൾ, നിങ്ങൾ അർഹതയുള്ളവരാണ് എന്നൊക്കെ തെളിയിക്കുന്ന പുതിയ നടപടിക്രമങ്ങളിലേക്കൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു ആനുകൂല്യം മുടങ്ങാൻ ലഭിക്കുകയുള്ളൂ. കൂടാതെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞിരുന്നു. ആധാർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. ഈ ഒരു പെൻഷൻ തുകയൊക്കെ ലഭിക്കുകയും അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതൊക്കെ ആധാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, നിങ്ങളുടെ സ്ഥലം മാറിയിട്ടുണ്ടോ, ഇതെല്ലാം ആധാറിൽ കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു തുക മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതുതന്നെയായാലും കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന തുക കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും മുടക്കില്ല. അത് നമ്മളായിട്ട് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന അബദ്ധങ്ങളുടെ പുറത്ത് മാത്രമേ ഈ ഒരു കാര്യങ്ങൾ മുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക കറക്റ്റായിട്ട് തന്നെ ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നിർത്തുമോ എന്നുള്ളൊരു കാര്യം. അത് ഇപ്പോൾ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പദ്ധതി നിർത്തത്തില്ല. അത് മുൻപ് തന്നെ പല സമയത്തും മന്ത്രിമാർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പല സൈറ്റുകളിലും ഇത് വരുന്നുണ്ട്. പലതരത്തിലുള്ള ഈ തുക തിരിച്ചടയ്ക്കണം, അതുപോലെ തന്നെ ഈ പദ്ധതി നിർത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള യാതൊരു കാരണവും കാര്യവും ഉണ്ടാകില്ല. പദ്ധതി നിർത്തത്തില്ല. നിങ്ങൾക്ക് ആശ്വാസത്തോടുകൂടി തന്നെ ഈ ഒരു തുക കൈപ്പറ്റുവാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനക്ഷേമപരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇത്.